Hi all, welcome to LK Group of Educational Service. So, KTET exam category 3 ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ വരുന്ന ടോപ്പിക് നമ്മൾ പറഞ്ഞിരുന്നു. സൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അണ്ടറിൽ കുറേയധികം സബ് ടോപ്പിക്കുകൾ വന്നിരുന്നു. സോ അതിൽ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കവറപ്പ് ചെയ്തതാണ്. ഇനി നമുക്ക് സോലിബിലിറ്റി എന്ന് പറയുന്ന പാർട്ട് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോലിബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് സോലിബിലിറ്റി എന്നും ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോലിബിലിറ്റി. സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി സോലിബിലിറ്റി എന്ന് പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡിസോൾവ് ഇൻ വാട്ടർ എന്നാൽ വാട്ടർ എന്ന് തന്നെയല്ല, ഏതൊരു സോൾവെൻറ്റും നമുക്ക് എടുക്കാം. ഏതൊരു സോൾവെൻറ്റിൻ്റെയും ഏതൊരു സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഓർ എബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ടു ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ് ഈസ് കോൾഡ് സോലിബിലിറ്റി. സോ ഇവിടെ എന്താണ് സോലിബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് നമുക്ക് നോക്കാം. Maximum amount of solute that can dissolve in a non-quantity of a solvent at a certain temperature is its solubility. സോലിബിലിറ്റിനെ കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു സെർട്ടൈൻ ടെമ്പറേച്ചറിൽ എത്രത്തോളം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിന് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. സോ സോലിബിലിറ്റിനെ പല ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സോലിബിലിറ്റി മാറാം. സോ സോലിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നേച്ചർ ഓഫ് സൊല്യൂട്ട്, അതുപോലെ തന്നെ സോൾവെൻറ്റ്. സൊല്യൂട്ടിൻ്റെ നേച്ചറും അതുപോലെ തന്നെ സോൾവെൻറ്റിൻ്റെ നേച്ചറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ദെൻ അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സോലിബിലിറ്റിക്ക് മാറ്റം വരാം എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. സോ സോലിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? Solubility means the maximum amount of solute that can dissolve in a known quantity of a solvent at a certain temperature is called what? Solubility. Okay. Then next one ആണ് saturated solution. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അതായത് എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് എ കൺസേൺഡ് ടെമ്പറേച്ചർ. അതായത് ഒരു കൺസേൺഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്താലും അത് ഡിസോൾവ് ആവാതെ വരുന്നൊരവസ്ഥ, അതിനെ നമുക്ക് എന്ത് പറയാം? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഗ്ലാസ് നമ്മൾ വാട്ടർ എടുക്കുകയാണ്, അതിൽ നമ്മൾ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, സ്റ്റിർ ചെയ്തു, അത് ഡിസോൾവ് ആയി. 2 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, സ്റ്റിർ ചെയ്തു, ഡിസോൾവ് ആയി. പക്ഷേ നമ്മൾ 10 സ്പൂൺ ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവില്ല, കാരണം അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ അത് എത്തിക്കഴിഞ്ഞു. സോ ഒരു കൺസേൺഡ് ടെമ്പറേച്ചറിൽ എത്രത്തോളം സൊല്യൂട്ടിന് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ആവാൻ പറ്റുമോ ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എ സൊല്യൂഷൻ ഇൻ വിച്ച് no more solute can be dissolved at the concerned temperature. അതായത് ആ ഒരു കൺസേൺഡ് ടെമ്പറേച്ചറിൽ ഇനി നമ്മൾ എത്രത്തോളം സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്താലും അതിൽ ആ ഒരു സോൾവെൻറ്റിൽ ആ ഒരു സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല. അത് അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്താലും ആ ഒരു സോൾവെൻറ്റിൽ ആ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ആവില്ല. സോ അതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എങ്ങനെ നമുക്ക് സൂപ്പർ സാച്ചുറേറ്റഡ് ആക്കാം? അതായത് ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക. അതിന് ഞാൻ കുറച്ച് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു സൊല്യൂട്ട് അതിൽ ഫുള്ളായിട്ട് ഡിസോൾവ് ആയി പോകും. സോ എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കണ്ടെയ്ൻ മോർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻ ദാൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡസ്. അതായത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എത്രത്തോളം സൊല്യൂട്ടിന് ഡിസോൾവ് ആവാമോ അതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ടിന് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ആവാൻ സാധ്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എത്രത്തോളം നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്താലും ആ ഒരു സോൾവെന്റിൽ അത് ഡിസോൾവ് ആവില്ല എന്ന്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ആവുന്നതാണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം നമുക്കതിനെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും സാച്ചുറേറ്റഡ് സൊല്യൂഷനും തമ്മിലൊരു ഡിഫറൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് എഴുതാവുന്നതാണ്. ഇറ്റ് കണ്ടെയ്ൻ മോർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻ ദാൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഡിസോൾവിങ് ഷുഗർ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ബൈ ഹീറ്റിംഗ്. അതായത് നമ്മൾ ഷുഗർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്ത് ഡിസോൾവ് ആക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സാമ്പിൾ നമുക്ക് എന്തായി തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ എക്സാമ്പിളായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ ആണ് സോലിബിലിറ്റി. സോലിബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു, പക്ഷെ ഇത് ജസ്റ്റ് ഒരു ഇമേജ് ആണ്. ഈ ഒരു സോലിബിലിറ്റി കുറച്ചുകൂടി സാച്ചുറേറ്റഡ് എന്താണ്, അൺസാച്ചുറേറ്റഡ് എന്താണ്, അതുപോലെ സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണെന്ന് കുറച്ചുകൂടി നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇമേജിലൂടെ മനസ്സിലാവും
അറിയാവുന്നതാണ്. നമ്മൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സാച്ചുറേറ്റഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇവിടെ ഇമേജസ് കാണിച്ചിട്ടുണ്ട്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ മോർ സൊല്യൂട്ട് ഡിസോൾവ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എത്രത്തോളം സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്താലും, സാച്ചുറേഷൻ പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്രത്തോളം സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്താലും പിന്നെ അവിടെ സൊല്യൂട്ട് ഒന്നും ഡിസോൾവ് ആവില്ല. സോ നോ മോർ സൊല്യൂട്ട് ഡിസോൾവ്. ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകുമ്പോൾ ബിക്കം അൺസ്റ്റേബിൾ ക്രിസ്റ്റൽ ഫോം. അതൊരു അൺസ്റ്റേബിൾ ക്രിസ്റ്റൽ ഫോമിലേക്കാവും. പിന്നെ നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ആയി പൊക്കോളുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഇമേജാണ്. കുറച്ചുകൂടി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു ഇമേജ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സോലിബിലിറ്റി ഇൻ ലിക്വിഡ്. അതായത് ലിക്വിഡ്സിൽ എങ്ങനെയാണ് നമുക്ക് സോലിബിലിറ്റിനെ കുറിച്ച് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാനുണ്ട്. സോ സോലിബിലിറ്റി ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോളാർ സൊല്യൂട്ട് എപ്പോഴും പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. സോ ഈ ഒരു പോളാർ സൊല്യൂട്ടും നോൺ പോളാർ സൊല്യൂട്ടും ഒരിക്കലും ഡിസോൾവ് ആവില്ല എന്നുള്ളത്. പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിലും നോൺ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലും ഒരിക്കലും ഡിസോൾവ് ആവില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തു വെക്കുക. സോ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, പോളാർ സൊല്യൂട്ട് എപ്പോഴും പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അയോണിക് കോമ്പൗണ്ട്സ്, അതായത് പോളാർ ആയിട്ടുള്ള അയോണിക് കോമ്പൗണ്ട്സ് ആർ ഓഫൺ സോലുബിൾ ഇൻ പോളാർ സോൾവെന്റ് വാട്ടർ. അതായത് പോളാർ ആയിട്ടുള്ള അയോണിക് കോമ്പൗണ്ടുകൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ നമ്മൾ വേറെ ഏതെങ്കിലും അമോണിയം, നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോൾട്ട്, അതുപോലെ നമ്മളിപ്പോൾ ഷുഗർ, അതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെല്ലാം അയോണിക് കോമ്പൗണ്ട്സ് ആണ്. സോ ഇതെല്ലാം എന്ത് ചെയ്യും, പോളാർ സോൾവെന്റ് ആയിട്ടുള്ള വാട്ടറിൽ അത് ഡിസോൾവ് ചെയ്യുന്നതാണ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോളാർ ആയിട്ടുള്ള സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹൈഡ്രോകാർബൺസ് ആർ സോല്യൂബിൾ ഇൻ ബെൻസീൻ. ഹൈഡ്രോകാർബൺസ് ബെൻസീനിൽ സോല്യൂബിൾ ആണ്. കാരണം ഹൈഡ്രോകാർബൺ നോൺ പോളാർ ആണ്, ബെൻസീനും നോൺ പോളാർ ആണ്. ഇപ്പോൾ നമുക്ക് ആന്ത്രസീൻ ഒരു ഹൈഡ്രോകാർബൺ ആണ്. ആന്ത്രസീൻ എന്തിൽ സോല്യൂബിൾ ആണ്, ബെൻസീനിൽ സോല്യൂബിൾ ആണെന്ന് പറയാം. കാരണം ആന്ത്രസീനും നോൺ പോളാർ ആണ്, ബെൻസീനും നോൺ പോളാർ ആണ്. സോ എപ്പോഴും ലൈക്ക് ഡിസോൾവ്സ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ പോളാറിൽ തന്നെ ഡിസോൾവ് ആവുള്ളൂ, നോൺ പോളാറിൽ തന്നെയാണ് ഡിസോൾവ് ആവുള്ളൂ. സോ സോലിബിലിറ്റി ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറിന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സെക്ഷനിൽ പറഞ്ഞതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോലിബിലിറ്റി. അതായത് സോലിബിലിറ്റിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചു നേച്ചർ ഓഫ് സൊല്യൂട്ട് സോൾവെന്റ്, അതുപോലെ ടെമ്പറേച്ചർ, പ്രഷർ, ഇതെല്ലാം സോലിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, എത്രത്തോളം ടെമ്പറേച്ചറിന് സോലിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ if the dissolution process is endothermic, solubility increases with increase in temperature. അതായത് ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻഡോതെർമിക് ആവാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം. എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എന്താ, റിലീസ് ഓഫ് എനർജിയാണ് അവിടെ നടക്കുന്നത്, അല്ലേ? സോ ഡിസൊല്യൂഷൻ പ്രോസസ്സ് രണ്ടും ആകാം, എൻഡോതെർമിക്കും ആകാം എക്സോതെർമിക്കും ആവാം. സോ എൻഡോതെർമിക് ആണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, സോലിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ സോലിബിലിറ്റിയും, അതിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റിയും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സൊല്യൂട്ട് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. സോ നമുക്കറിയാം സോൾവെന്റ് തമ്മിൽ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് എല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സൊല്യൂട്ടിന് ഈ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആവാൻ പറ്റുള്ളൂ. സോ ഈ എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ടെമ്പറേച്ചർ പിന്നെയും ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. സോ ഇത് ഓട്ടോമാറ്റിക്കലി എന്തിന് കാരണമാവും, സോലിബിലിറ്റിയും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റിയും ഇൻക്രീസ് ആകും. ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ദെൻ ഇവിടെ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുന്നത് ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആവുന്ന കേസാണ്. എക്സോതെർമിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്, സോലിബിലിറ്റി ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ സോലിബിലിറ്റി എന്ത് ചെയ്യും, കുറയുമെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു കേസിൽ
എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് എഫക്റ്റ് ഓഫ് പ്രഷർ. അതായത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രഷറിൻ്റെ എഫക്റ്റ്. നമ്മളിവിടെ പറയുന്നത് സോലിബിലിറ്റി ഇൻ ലിക്വിഡ് ആണ്. സോ സോലിബിലിറ്റി ഇൻ ലിക്വിഡ് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ പറയുന്നുണ്ട് നോ സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡിൽ ലിക്വിഡ് എത്രത്തോളം സോലിബിൾ ആവും എന്നുള്ളത്, അതായത് ഇപ്പം നമ്മൾ ലിക്വിഡ് സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും നമുക്കറിയാം അത് അത്രത്തോളം കംപ്രസിബിൾ അല്ല. സോ പ്രഷറിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറയുന്നത്. So, because of solid and liquid are highly incompressible and they remain unaffected by pressure. അതായത് പ്രഷറിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും നമ്മൾ പ്രഷർ കൂട്ടിയാലോ കുറച്ചാലോ ഒന്നും അതിൽ സോലിബിലിറ്റി ആയിട്ട് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. സോ പക്ഷേ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കേസിൽ പറഞ്ഞിരുന്നു ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റിയും ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ എക്സോതെർമിക് ആണെങ്കിൽ മാത്രമാണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമ്മുടെ സോലിബിലിറ്റി കുറയുന്നത്. പക്ഷേ പ്രഷറിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്രഷർ അങ്ങനെയല്ല. പ്രഷറിന് നോ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. നോ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഓൺ സോലിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ സോലിബിൾ ആവുന്നതിൻ്റെ ആ ഒരു സോലിബിലിറ്റീനെ ഒരിക്കലും പ്രഷർ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അതിൻ്റെ റീസൺ അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോളിഡ് എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ടാണ് പ്രഷറിനൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താലോ ഡിക്രീസ് ചെയ്താലോ അവിടെ ഒരു ചേഞ്ചസും കാണാൻ സാധിക്കാത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിൽ എത്രത്തോളം സോലിബിൾ ആണ് അതെങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇവിടെ പറയുവാണെങ്കിൽ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. അതായത് നമ്മളിവിടെ ലിക്വിഡ് ആണ് സോൾവെന്റ്, നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ആണ് ഗ്യാസ്. സോ ഇവിടെ പ്രഷറിന് വളരെയധികം എഫക്റ്റ് ഉണ്ട്. പ്രഷറിനനുസൃതമായി നമുക്ക് ഗ്യാസ് അവിടെ സോലിബിൾ ആക്കാം, അതിൻ്റെ സോലിബിലിറ്റി കൂട്ടാം കുറയ്ക്കാം. സോ പ്രഷറിന് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എവിടെ? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് നമ്മൾ ലിക്വിഡിൽ സോലിബിൾ ആക്കുകയാണെങ്കിൽ അവിടെ പ്രഷറിന് എഫക്റ്റ് ഉണ്ട്. സോ അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിനെ ബേസ് ചെയ്ത് പറയുന്ന ഒന്നാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. സോ ഹെൻറീസ് ലോ എന്ന് പറയുമ്പോൾ partial pressure of gas in the vapor phase is proportional to the mole fraction of gas in solution. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്, അതായത് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്നത് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. അതായത് സൊല്യൂഷന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് പാർഷ്യൽ പ്രഷർ എന്നാണ് പറയുന്നത്. നമുക്കറിയാം സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിലൊന്നാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട്, ഈ ഒരു ഹെൻറീസ് ലോ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഹെൻറീസ് ലോയിൽ എന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോലിബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ആസ് ദ പ്രഷർ ഇൻക്രീസസ് സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. സോ നമുക്ക് പറയാം പ്രഷർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഓർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വാട്ട്? സോലിബിലിറ്റി. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ. സോ നമുക്കറിയാം പ്രഷർ കൂടും തോറും ഗ്യാസിന്റെ സോലിബിലിറ്റി ലിക്വിഡിൽ ഇൻക്രീസ് ആവുമെന്നാണ് ഈ ഒരു ലോയിലൂടെ പറയുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഹെൻറീസ് ലോ ആക്ച്വലി റെപ്രസെന്റേറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. സോ ഇവിടെ അതിന്റെ റെപ്രസെന്റേഷൻ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. P ഈക്വൽ ടു KH ഇൻറ്റു സൈ. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് സിമ്പൽ ഉപയോഗിച്ചാണ്. സോ പാർഷ്യൽ പ്രഷർ P എന്ന് പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ ആ ഒരു ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് KH എന്നുള്ളത്. സോ KHനെ നമ്മൾ പറയുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ്. സോ ഇവിടെ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ സൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം? സോലിബിലിറ്റി ആയി കൺസിഡർ ചെയ്യാം. P എന്ന് പറയുന്നത് പ്രഷറാണ്. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കറിയാം സോലിബിലിറ്റിയും ഇൻക്രീസ് ആവും. സോ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് P ഈക്വൽ ടു KH ഇൻറ്റു സൈ. സോ KH എന്തായിരുന്നു? ഹെൻറീസ് കോൺസ്റ്റന്റ്. സോ ഇതാണ് ആക്ച്വലി ഹെൻറീസ് ലോ എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹെൻറീസ് ലോയിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്യാസിന്റെ സോലിബിലിറ്റി ആണ് ലിക്വിഡിൽ. നമ്മൾ പറഞ്ഞിരുന്നു സോളിഡ് ആണെങ്കിൽ അവിടെ പ്രഷറിനൊരു പ്രസക്തി ഇല്ല. പ്രഷർ കൂട്ടിയാലും കുറച്ചാലും സോളിഡിന് നോ ചേഞ്ച് ആണ്.
പക്ഷെ ഗ്യാസിന്റെ കേസസിൽ നമ്മൾ പറയുവാണെങ്കിൽ പ്രഷർ കൂടുന്നതിനെയും അതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ചും സോളിബിലിറ്റിക്ക് വ്യതിയാനം വരും. അതായത് പ്രഷർ കൂട്ടിയാൽ സോളിബിലിറ്റി കൂടും, പ്രഷർ കുറച്ചാൽ സോളിബിലിറ്റി കുറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ടു ഇൻക്രീസ് ദ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് CO2 ഇൻ സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അതായത് സോഡ വാട്ടർ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലെല്ലാം നമ്മൾ കാർബൺ ഡയോക്സൈഡ് നിറക്കാറുണ്ട്. സോ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അതിൽ സൊല്യൂബിൾ ആവാനാണ്. സോ നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഇവിടെ സൊല്യൂട്ടാണ്, നമ്മൾ ഗ്യാസ് ആണ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. സോ ആ ഒരു സൊല്യൂട്ടിൻ്റെ സോളിബിലിറ്റി അവിടെ നമുക്ക് ഇൻക്രീസ് ആക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ആ ഒരു കവർ അല്ലെങ്കിൽ ആ ഒരു ലിഡ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാസ് അതിൽ നിന്ന് നഷ്ടമാവുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഷർ അവിടെ കുറയുമ്പോൾ അതിൻ്റെ സോളിബിലിറ്റിയും ഓട്ടോമാറ്റിക്കലി കുറയുകയും ഗ്യാസ് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. അതേസമയം അത് ടൈറ്റ് ആയിട്ട് സീൽ ചെയ്യുമ്പോൾ ആ ഗ്യാസ് അതിൽ ഓട്ടോമാറ്റിക്കലി സോല്യൂബിൾ ആവും. അതാണ് ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം. സോ ഹെൻറീസ് ലോയുടെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. നമ്മൾ സോഡ വാട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കാർബൺ ഡയോക്സൈഡ് ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് in deep diving to avoid bending the tanks are filled with എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. അതായത് ഡീപ്പ് ഡൈവിങ് ചെയ്യുമ്പോൾ ബെൻഡിങ് പോലുള്ള ആ ഒരു കണ്ടീഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹീലിയം നമ്മൾ ഓക്സിജൻ സിലിണ്ടേഴ്സിൽ ഫിൽ ചെയ്യാറുണ്ട്. അതും ആക്ച്വലി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് low concentration of oxygen in the blood and tissue of people living at high altitude or climbers. This lead to the condition called anoxia. അതായത് നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും നമുക്ക് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് അനോക്സിയ എന്നുള്ളത്. ഈ അനോക്സിയ കണ്ടീഷനും ആക്ച്വലി ഹെൻറീസ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. നമുക്കറിയാം പ്രഷർ കുറയും, സോളിബിലിറ്റി കുറയും. സോ സോളിബിലിറ്റി കുറയാൻ നേരത്തെ, അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ സോളിബിലിറ്റി കുറയാൻ നേരത്ത് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് അനോക്സിയ എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത് ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ ഓഫ് പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഓർ ക്ലൈംബേഴ്സ്. ദിസ് ലീഡ് ടു എ കണ്ടീഷൻ കോൾഡ് അനോക്സിയ. സോ അനോക്സിയ എന്ന് പറയുന്ന കണ്ടീഷനും ഹെൻറീസ് ലോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോളിബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. സിംപിളായി പറയുവാണെങ്കിൽ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡിസോൾവ്, എബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ടു ഡിസോൾവ് ഇൻ എ സോൾവെന്റ് എന്ന് നമുക്ക് സിംപിളായി പറയാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചതാണ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്. ഒരു സോൾവെന്റിൽ എത്രത്തോളം മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളിബിലിറ്റി നമ്മൾ പഠിച്ചു. 3 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നേച്ചർ, അത് സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ടെമ്പറേച്ചർ, പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഒരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്താലും അത് ഡിസോൾവ് ആവില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂട്ട് പിന്നീട് അതിൽ ഡിസോൾവ് ആവാം. സോ സാച്ചുറേറ്റഡ് സൊല്യൂഷനേക്കാളും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ കൂടുതൽ സൊല്യൂട്ടിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ സോളിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു. സോളിബിലിറ്റി നമ്മൾ ലിക്വിഡ്സിലും ഗ്യാസിലും പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ എഫക്റ്റ്, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഡിസൊല്യൂഷൻ പ്രോസസ്സ് 2 രീതിയിലാവാം. എൻഡോതേർമിക് ആവാം, എക്സോതേർമിക് ആവാം. എൻഡോതേർമിക് ആണെങ്കിൽ അവിടെ എനർജി അബ്സോർപ്ഷൻ ആണ് ഉണ്ടാവുന്നത്, എക്സോതേർമിക് ആണെങ്കിൽ എനർജി റിലീസ് ആണ് ഉണ്ടാവുന്നത്. സോ എൻഡോതേർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ സോളിബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. പക്ഷേ എക്സോതേർമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അവിടെ സോളിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതിനോടൊപ്പം തന്നെ എഫക്റ്റ് ഓഫ് പ്രഷർ നമ്മൾ പഠിച്ചു. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂട്ടിനെ നമ്മൾ സോൾവെന്റ് ആയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ, സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ പ്രഷറിന് അവിടെ യാതൊരുവിധ എഫക്റ്റും ഉണ്ടാവില്ല. പ്രഷർ കൂട്ടിയാലും കുറച്ചാലും അവിടെ നമുക്ക് സോളിഡിന്റെ ആ ഒരു സോളിബിലിറ്റിക്ക് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് പഠിച്ചത്. സോ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് പഠിച്ചപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ച ഒന്നായിരുന്നു ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. സോ ഹെൻറീസ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചു.
സോലിബിലിറ്റി പ്രഷറിനനുസരിച്ച് ഇൻക്രീസ് ആവും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ സോലിബിലിറ്റിയും ഇൻക്രീസ് ആവും എന്ന് നമ്മൾ പറഞ്ഞു. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ഫോർമുല. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് ഹെൻറീസ് കോൺസ്റ്റന്റ് KH എന്നുള്ളത്. സോ KH എന്താണെന്നും P എന്താണെന്നും മോൾ ഫ്രാക്ഷൻ എന്താണെന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചത്. 3 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് സീൽ ചെയ്യുന്നതും ഹൈ പ്രഷർ സീൽ ചെയ്യുന്നതും ബെൻഡിങ് അതുപോലെ തന്നെ അനോക്സിയ, ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ ആപ്ലിക്കേഷനായിട്ട് ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സോലിബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു ടോപ്പിക്കും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.